പോയേ കയ്യിന്ന് പോയേ എല്ലാം പോയേ മോയെ മോയെ. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, താളന്തലിലേക്ക് വീണ്ടും 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 സ്വാഗതം. എവിടെ പോയി നിങ്ങളുടെ കുഞ്ഞളിയൻ? അല്ല, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്ന് പറയുമ്പോ ഇന്ത്യ ഇല്ലേ? ഇല്ലേ ഇന്ത്യ? എവിടെ ഇന്ത്യ? എവിടെ? ഇവിടെ നിങ്ങൾ ഇതിൽ ഖേദിക്കും, നമ്മൾ ഇതിൽ ഖേദിക്കും. അതായത് LDF വോട്ട് ചെയ്യാത്ത ഓരോ വോട്ടർമാരുടെ വീട് കയറി അവരെ തുരത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ AK സെന്ററിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ അധികം തുള്ളാനൊന്നും നിൽക്കണ്ടോ. 2026 ഇനി ഇലക്ഷൻ വരുന്നുണ്ടോ? അതെ, ഇലക്ഷൻ വരുന്നുണ്ടോ? പോകും. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നേരത്തെയൊക്കെ. ഇലക്ഷൻ വരുമെന്നോ, നമ്മൾ തന്നെ ജയിക്കുമെന്നോ, 20ൽ 12 സീറ്റ് ഉറപ്പിച്ചെന്നോ അങ്ങനെയൊക്കെ ആയിരുന്നു. സിറ്റിംഗ് MP പോലും തോറ്റു തൊപ്പിയിട്ടു. എവിടെ വടകര? അവിടെ നാണോ ഇത്? അന്നേ പറഞ്ഞു ശൈലജ ടീച്ചർ നിങ്ങൾ മനഃപൂർവ്വം കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിച്ചല്ലേടോ? അല്ലേടോ? ശൈലജ ടീച്ചർ അതിഗംഭീരമായ പ്രവർത്തനം കാഴ്ചവെച്ചു അവിടെ. ഒരു കുറ്റം നിങ്ങൾ പറയണോ? ഒരു കുറ്റം പറ. നിങ്ങൾ തന്നെ ഏറ്റവും വലിയ കുറ്റം. ശൈലജ ടീച്ചറിനെ അവിടെ നിർത്തിയില്ലേ? അത് തന്നെ ഏറ്റവും വലിയ കുറ്റം. KK രമയെ വെല്ലുവിളിക്കാൻ പോയതാ ശൈലജ ടീച്ചറെ നിർത്തിക്കൊണ്ട്. രാഷ്ട്രീയം പറയുമ്പോ രാഷ്ട്രീയം പറയുക, ഷാഫി പറമ്പിലിന്റെ കാര്യം പറയുക, അല്ലാതെ TP-യുടെയും KK രമയുടെയും കാര്യം അവിടെ എടുത്ത് രണ്ട കാര്യം. പിന്നെ കുറെ കാലമായിട്ട് തുടങ്ങിയതാ വടകരയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് TP-യെ കൊണ്ട് നമ്മളെ അങ്ങ് വിറപ്പിക്കുമെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ നാളെ നീള നടന്നു പറഞ്ഞോടിന്ന് പറയും ആൾക്കാർ. ഈ ആട്ടും ഇതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്ന നിങ്ങൾക്കൊരു കാര്യം അറിയാമോ സുഹൃത്തുക്കളെ? ഇനി ജന്മം ചെയ്ത് കഴിഞ്ഞാൽ ഈ LDF-ന് വടകര കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും വലിയ നേതാവായിട്ടുള്ള, ഇത്രയും ശക്തിയുക്തം എതിർത്ത് നിൽക്കാൻ കഴിവുള്ള KK ശൈലജ ടീച്ചറിനെ പോലെയുള്ള സ്വീകാര്യതയുള്ള നേതാവ് വന്ന് നിന്നിട്ട് പോലും LDF-ന് വടകര തൊടാൻ പറ്റിയില്ലെങ്കിൽ ഇനി ജന്മം ചെയ്താൽ വടകര തൊടാൻ പറ്റില്ല. തൊടുവടോ? തൊടും. പിന്നെ ഷണ്ടനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് MM മണി എവിടെ? കാണാനില്ലല്ലോ ഒന്നിനെയും. എന്തായി? ഡീൻ കുര്യാക്കോസ് വോട്ട് എണ്ണാൻ തുടങ്ങിയപ്പോ കേറിയതാ. 1 ലക്ഷത്തിനപ്പുറമായി. എവിടെ? ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങുന്നല്ലാതെ ഈ ഷണ്ടൻ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി അവസാനം? എവിടെ? ഈ മണി എവിടെ? നാടൻ പ്രയോഗവും പ്രയോഗിച്ച് നാട് വിട്ടെന്ന് അറിയാൻ കഴിയുന്നത്. വല്ല സത്യമാണോ ഇതല്ലത്? കരിയംക എവിടെ? നമ്മുടെ കരിയംക അതും നിലം തൊടാതെ ഓടുന്നത് കണ്ടു. വിജയരാഘവൻ എവിടെ? വിജയരാജ് എവിടെ? ജയരാജ് എവിടെ? കാണാനില്ല സുഹൃത്തുക്കളെ. UDF തരംഗം വന്ന് എക്സിറ്റ് പോൾ പ്രഖ്യാപനം വന്നപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി കോൺഗ്രസിന് നല്ല രീതിയിലൊരു വലിയ രീതിയിലൊരു അവരെ ഞങ്ങൾ അംഗീകരിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ത്യ സഖ്യത്തിന് ഒരു വലിയ കൈയടി കൊടുക്കുകയാണ്. കാരണം എന്താന്ന് പറയാമോ, 400 സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞ മോദിയൊക്കെ ഉത്തർപ്രദേശ് മുതൽ എല്ലായിടത്തും കടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. ആ സ്മൃതി ഇറാനിയെ ഒന്നും കാണാൻ പോലും ഇല്ല. അയ്യോ, കാണാൻ പോലും ഇല്ല. അപ്പോൾ ആശ്വസിക്കട്ടോ. കനലരിഞ്ഞു. വിജയിക്കുന്നവരെ നമ്മൾ അംഗീകരിക്കോ? എന്നാ പിന്നെ തിരുവനന്തപുരത്ത് NDA വിജയിച്ചു, അംഗീകരിക്കും. തൃശ്ശൂര് സുരേഷ് ഗോപി അംഗീകരിച്ചു, ദേശീയ രാഷ്ട്രീയം മതി. ഉത്തരമുട്ടുമ്പോ ദേശീയ രാഷ്ട്രീയം. അല്ല, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെങ്കിൽ രാജ്യമില്ലെങ്കിൽ ആൾക്കാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ പോയി മുദ്രാവാക്യം? എടോ തൃശ്ശൂർ പൂരത്തിന് ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂർ പൂരത്തിന്റെ പൂരം പകൽ പൂരമാക്കി മാറ്റി. തൃശ്ശൂരിലെ കരിവന്നൂർ കാര്യം എനിക്ക് 2 വാക്ക്, എനിക്ക് 4 അടങ്ങണോ? സമാധാനമില്ലാതെ ഞങ്ങളുടെ കിറ്റ് മേടിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല. അവർ എങ്ങനെ നാണമില്ലാതെ കിറ്റ് വാങ്ങിയിട്ടില്ല. കിറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വോട്ടും തന്ന് നിങ്ങളെ വിജയിപ്പിച്ചിട്ടുണ്ട്. 2ാം പിണറായി സഭ പിന്നെ എങ്ങനെ പൊട്ടിമുളച്ചതാണോ? ഭൂമിയിലോട്ട് ആകാശത്ത് പൊട്ടിമുളച്ചതാണോ? അല്ലല്ലോ. ഈ വോട്ട് വാങ്ങി പെട്ടിയിലിട്ട് ജയിച്ചു തന്നെയാണല്ലോ ഈ ഡയലോഗ് അടിക്കുന്ന സുഹൃത്തുക്കളെ. തൃശ്ശൂരിലേക്ക് വരാം, വടകരയിലേക്ക് വരാം.
വടകരയിൽ വർഗീയവാദി ഷാഫി പറമ്പിലിന് പറഞ്ഞ് ഇപ്പൊ എന്തായി? സുരേഷ് ഗോപി കള്ളം കൊടുത്തത് കള്ള വോട്ട്. ഷാഫി പറമ്പിൽ കള്ള വോട്ട്. എന്താ കള്ള വോട്ട് ഇടാൻ നിങ്ങൾക്ക് പറ്റിയില്ലേ? ഇവിടെ നോക്കടോ 40,000 വോട്ട് ഭൂരിപക്ഷം 40,000 വോട്ട് കള്ള വോട്ട് ചെയ്തോ? കള്ളവോട്ട്. എടോ കെ ശൈലജ ടീച്ചർ വരെ വളരെ മാന്യമായി പറഞ്ഞല്ലോ, ട്രെൻഡ് അവരോടൊപ്പമാണ്. കഴിഞ്ഞ 2019 തന്നെ ആവർത്തിച്ചു. സ്വയം പരാജയം ഏറ്റുവാങ്ങി. എനിക്ക് സ്വയം പരാജയം സമ്മതിച്ചടോ. എന്നിട്ട് ഇയാൾക്കാണ് തിളപ്പത്രയും. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ. സോ ഈ തൃശ്ശൂരിൽ നല്ലോണം ഇട്ട് നോക്കി, അതായത് പകൽപൂരം, ആ പൂരത്തിലൊക്കെ കിട്ടിയ തൃശ്ശൂർ ഗതികളുടെ കട്ടക്കലിപ്പ് തന്നെയാണ് സുരേഷ് ഗോപി ജയിക്കാൻ കാരണം. തൃശ്ശൂരിൽ പകൽപൂരം മാത്രമല്ല, കരിവഞ്ഞൂര് നല്ല പോലെ കളിച്ചു, അതിനും കിട്ടി. ഇനി പോട്ടെ, വടകരയിൽ ജയിക്കുമായിരുന്ന മുരളീധരനെ പിടിച്ച് ഇവിടെ നിർത്തി. എവിടെ? തൃശ്ശൂരിൽ അവസാനം കൊണ്ട് നിർത്തി. എന്നിട്ട് എന്തായി? അവിടെയും ജയിക്കാൻ പറ്റിയില്ല. അങ്ങനെ പല കളികൾ നടന്നു. എങ്ങനെ BJP ഇവിടെ നോക്കണോ ഇവിടെ താൻ തിരിഞ്ഞ് അങ്ങ് പോക്കോ അതുവഴി. എന്തൊക്കെയായിരുന്നു വർഗീയവാദി. ലാസ്റ്റ് ബോംബ് പൊട്ടില് വടകരയില് എന്തൊക്കെയാണ്? വടകരയിലാണോ പൊട്ടിയത്? എന്നാലും നെഞ്ചത്തായിരുന്നു, ഷാഫി പറമ്പലിന്റെ നെഞ്ചത്തായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു എന്റെ ഭഗവാനെ, എനിക്ക് ഓർക്കാൻ വയ്യ. അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ല. എന്നിട്ട് മുടിയെടുക്കുന്നോ, തലയെടുക്കുന്നോ, വഴിക്കോന്നോ, അടിക്കോന്നോ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. എടോ പറഞ്ഞ വാക്കിന് വില വേണോടോ. അല്ലാതെ ഗോവിന്ദ മാഷിനെ പോലെ 12 സീറ്റ് 2 സീറ്റ് 2 സീറ്റ് 3 സീറ്റ് 4 സീറ്റ് പറഞ്ഞ് നടക്കല്ലോ. ജയം തോൽവിയൊക്കെ വേറെ കാര്യം, മുടിയെ തലയിൽ തൊട്ടാലോട്ടല്ലോ. വേറെന്തിനും പറയാനുണ്ടോ? ഉണ്ടോ? മണി കിടന്ന് എന്തൊക്കെ പറഞ്ഞു. പിന്നെ സിദ്ധാർത്ഥനെ പോലെയുള്ള വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും അതിനെതിരെ കേരള സർക്കാർ എടുത്ത നിലപാട് എല്ലാം തിരിച്ചടിയായിട്ടുണ്ട്. ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാരെ പോലെ വായിട്ടടിക്കാനൊന്നും ജനങ്ങൾക്ക് പറ്റൂല. ജനങ്ങൾക്കറിയാം എവിടെ അടിക്കണമെന്ന്, കൃത്യമായി വോട്ട് എവിടെ കൊടുക്കണമെന്ന് അറിയാം. 2019 ഇത് തന്നെയാ പറഞ്ഞത്. ഇപ്പോഴും എണ്ണി തീർന്നിട്ടില്ല. അതാണ് എണ്ണി തീർന്നില്ല. ആ ഒരു LDF സീറ്റ് പോകാൻ ഇനി അധികം സമയമില്ല. എണ്ണി തീർന്നിട്ടില്ല. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ആറ്റിങ്ങലിൽ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ UDF LDF UDF LDF ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. UDF കയറി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെ, എക്സിറ്റ് പോളിനെ ഇന്നലെ മൊത്തവും വിമർശിച്ചുകൊണ്ട് നടന്ന നിങ്ങളുടെ ഈ കുഞ്ഞളിയൻ ഇന്ന് ആ എക്സിറ്റ് പോളിനെ എന്തൊക്കെയോ പറയുന്നത്. എന്താ പറയാൻ വരുന്ന എക്സിറ്റ് പോളിനെ കുറിച്ച്? എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ അത് സത്യമാണെന്ന്. അപ്പൊ താൻ എന്താ പറഞ്ഞോണ്ട് വന്നത്? അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിട്ട് കുഞ്ഞളിയൻ എന്നൊരു പേര്. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം സുഹൃത്തുക്കളെ. ഈ മുടി ഞാനിങ്ങനെ എടുക്കും.